നമസ്കാരം, സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണ പറയുന്ന പോലെ തന്നെ പരമാവധി പണം അയച്ചു തരിക, സംഭാവനകൾ നൽകുക, പരസ്യങ്ങൾ നൽകുക. ശമ്പള കുടിശ്ശിക ചോദിച്ചാൽ അറസ്റ്റാണ്. എന്താ ചെയ്യാനെന്നേ. സമാധാനപരമായി മന്ത്രി ഒരു പരിപാടി പങ്കെടുക്കുമ്പോൾ സമാധാനപരമായി കുറെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് സംസാരിക്കുക. എല്ലാവരും കൂടി കാക്കക്കൂട്ടി കല്ലിട്ടോളെങ്കിൽ എല്ലാവരും കൂടെ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. മന്ത്രിക്ക് അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് പൈസ എടുത്ത് തരാൻ പറ്റത്തില്ല. പക്ഷെ മന്ത്രിയും തിരിച്ച് ചിന്തിക്കണമായിരുന്നു. മന്ത്രി അവിടെ ചെല്ലുമ്പോൾ ഈ കാര്യങ്ങളിൽ പ്രസംഗിച്ച് കയ്യടി വാങ്ങി വരുമ്പോൾ ശമ്പളത്തിന് കുടിശ്ശികയുള്ള ഒരുപാട് പേര് സ്റ്റാഫ് അവിടെ ഉണ്ടെന്ന് ആലോചിക്കണം. ഓണമാണ് വരുന്ന മന്ത്രി, പ്രിയപ്പെട്ട വീണ ജോർജ് മന്ത്രി, ഓണമാണ് വരുന്നത്. അംഗൻവാടിക്കാർക്ക് നിങ്ങൾ ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് ഓണ അലവൻസ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ഈ ശമ്പള കുടിശ്ശിക കൊടുക്കുന്നുണ്ടോ? ഇല്ല. പെൻഷൻ കിട്ടാത്തവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല. വളരെ വലിയ ദുരന്തമല്ലേ. ജനങ്ങൾക്ക് ആഘോഷിക്കണ്ടേ? ജനങ്ങൾക്ക് എന്തിനാണ് ജനങ്ങൾ ജീവിക്കുന്നത്? മനുഷ്യർ ജീവിക്കുന്നതിനാണ്. കൃത്യമായി ശമ്പളം കിട്ടി അതുകൊണ്ട് വീട്ടും കുടുംബവും ലോണും മറ്റു കാര്യങ്ങളും വാഹനം ഒരു ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. നിങ്ങൾ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒരിക്കലും നിങ്ങൾ പോലീസിനെയും ബഹളം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ അവരോട് സമാധാനമായിട്ട് നിൽക്കാൻ, പോലീസിനോട് അവരോട് നിങ്ങളൊരു പക്വതയില്ലാത്ത മന്ത്രി എന്നുള്ള നിലയിലാണ് ഇന്നലേക്ക് പെരുമാറുന്നുണ്ട്. നിങ്ങളൊരു സ്നേഹത്തോടു കൂടി നിൽക്കാൻ പറഞ്ഞിട്ട് എല്ലാവരോടൊപ്പം നിൽക്കാൻ പറഞ്ഞതിന് ശേഷം എന്താണ് പറയാനുള്ളത്? ഒന്നോ രണ്ടോ പേര് പറയൂ, നിങ്ങൾ റെപ്രസെന്റ് ചെയ്ത് ഒന്നോ രണ്ടോ പേര് പറയൂ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്ത് ഒന്നോ രണ്ടോ പേരുടെ വാദം കേൾക്കുന്നതിന് പകരം അവരെ കേട്ടതും ബുദ്ധിമുട്ടായി. അവരും കാക്കക്കുട്ടി കല്ലിട്ടോടെ കിടന്ന് ബഹളം കാണിച്ചു. അവരും ശരിയൊന്നുമല്ല. അങ്ങനെ കടന്നു ഒരു ഫംഗ്ഷനിൽ വരുമ്പോൾ മന്ത്രി കൂടെ കിടന്ന് ഇങ്ങനെ നെഞ്ചിലടിച്ച് വിളിച്ചാൽ നിങ്ങൾക്ക് പൈസ കിട്ടുമോ? അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ അത് ഏതെങ്കിലും ഒരാൾ നിവേദന രൂപത്തിൽ എഴുതി മന്ത്രിക്ക് കൊടുക്കുകയും മന്ത്രിയെ കൊണ്ട് അവിടെ മറുപടി പറയിക്കുകയൊക്കെ ചെയ്യിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞ് ആ പ്രശ്നവും കളയണമായിരുന്നു. പക്ഷെ അത് അറസ്റ്റായി വലിയ വിവാദമായി. എന്താണ് ഈ സ്റ്റേറ്റിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ ഓണമാവുകയാണ്, എല്ലാവരും ശമ്പളം ചോദിക്കും, കുടിശ്ശിക ചോദിക്കും. പക്ഷേ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് നടന്ന സംഭവം, ശമ്പളം ചോദിച്ചു, കുടിശ്ശിക ചോദിച്ചു, അവരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ഒരിക്കലും പരിഗണിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. വളരെ ഗൗരവതരമായ വിഷയമാണ്. തീർച്ചയായും അത് ഒരു ജനാധിപത്യ ഗവൺമെന്റിന് ഭൂഷണമല്ല. എന്തെല്ലാം കാര്യം നടത്താൻ പൈസ ഉണ്ട്. ഇവിടെ കോൺക്ലേവ് നടത്തുന്നു, സമ്മേളനങ്ങൾ നടത്തുന്നു, വിദേശ രാജ്യത്ത് പോകുന്നു, PSC കാർക്ക് പൈസ കൊടുക്കുന്നു, ശമ്പളമല്ല ഇരട്ടി ശമ്പളം കൊടുക്കുന്നു, 3 ഇരട്ടി ശമ്പളം കൊടുക്കുന്നു, എന്തെല്ലാം നിങ്ങൾ ചെയ്യുന്നു. അതിനെല്ലാം പണമുണ്ട്. ഓണത്തിനുമൊക്കെ പണമുണ്ട്. പക്ഷേ ശമ്പള കുടിശ്ശിക കൊടുക്കാൻ പണമില്ലെന്ന് പറഞ്ഞാൽ, DAക്ക് പണമില്ലെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചതിയാണ്. ഗവൺമെന്റ് ഗൗരവമായി, ഒരു തൊഴിലാളി വർഗ ഗവൺമെന്റും കൂടെ ആയതുകൊണ്ട് കൃത്യമായി ഇത് കണ്ടുപിടിക്കണം. എവിടെ നിന്നാണ് പണം കൊടുക്കാൻ കഴിയുക? അതിനെക്കുറിച്ച് ആലോചിക്കണമെന്നേ. പുതിയ സോഴ്സുകളെ കുറിച്ച് ആലോചിക്കണമെന്നേ. ചുമ്മാ കടമെടുക്കാനും കേന്ദ്ര ഗവൺമെന്റിനോട് കടം തരൂ എന്ന് പറയാൻ, അല്ലെങ്കിൽ കടം ഞങ്ങൾ വാങ്ങി കൊടുക്കാമെന്ന് പറയാനല്ല. നിങ്ങൾ സ്രോതസ്സുകൾ ആലോചിക്കൂ. പുതിയ ഫിനാൻഷ്യൽ സ്രോതസ് എന്താണെന്ന് വെച്ചാൽ അത് ആലോചിക്കൂ. അതിനെക്കുറിച്ചുള്ള പ്രോഗ്രാമുകൾ ഇടൂ, അതിന്റെ പ്രോജക്റ്റുകൾ തയ്യാറാക്കൂ. അതിനല്ലേ മന്ത്രിമാരെ നിങ്ങൾ 20 പേരെ തിരഞ്ഞെടുത്തത്, ഇത്രയും IAS കാർക്കൊക്കെ ശമ്പളം തരുന്നത്. നിങ്ങൾ അതിനെ ആലോചിക്കൂ. സെക്രട്ടേറിയറ്റിൽ ഈ ഗുസ്തി പിടിച്ച് ഭാരതാംബയുടെ പുറത്തും ഇതിന്റെ പുറത്തും ഒക്കെ പറഞ്ഞ് ഗുസ്തി പിടിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ തനത് വരുമാനം കൂട്ടുന്നതിനാവശ്യമായ പണം എങ്ങനെ കണ്ടെത്താമെന്ന് ഇവിടുത്തെ സാമ്പത്തിക വിദഗ്ധരെ കൂടെ വിളിച്ചിരുത്തി അവരുടെ അഭിപ്രായം കൂടെ എടുക്കും. ഇവിടെ എത്ര വലിയ സാമ്പത്തിക വിദഗ്ധരുള്ള നാടാണ് ഇവിടെ. CDS സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഉണ്ടല്ലോ. അവിടെ എങ്ങാനും പോയി ആളുകളെ വിളിച്ചിരുത്തി സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം കേൾക്കൂ. നിങ്ങൾ സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം കേൾക്കൂ. മന്ത്രി, എങ്ങനെയാണ് നമുക്ക് ഫണ്ട് കൊണ്ടുവരിക? അങ്ങനെ ഫണ്ട് കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളുടെ ശമ്പള കുടിശ്ശികയും ജീവനക്കാരുടെ കൊടുക്കാൻ കഴിയട്ടെ. അറസ്റ്റ് പരിഹാരമല്ല. ഇത് ഒരു നല്ല ഗവൺമെന്റിന് യോജിച്ച രീതിയല്ല. വീണ ജോർജ് മന്ത്രിയുടെ അനുഭവ പരിചയക്കുറവായിരിക്കാം. ജനങ്ങളും ഇങ്ങനെ തന്നെയാണ്. എന്തായാലും കലവില കൂട്ടി കശപിശയാക്കി അവസാനം അറസ്റ്റിലെത്തി നിൽക്കുന്നു.